നമസ്കാരം. പുതിയൊരു യാത്രാവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഓസ്ട്രേലിയയുടെ സുവർണ തീരമായ ഗോൾഡ് കോസ്റ്റിലൂടെയാണ് യാത്ര തിരിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ സർഫേസ് പാരഡൈസിൽ നിന്നും എയർപോർട്ട് ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ഏകദേശം 45 മിനിറ്റ് ഉള്ള യാത്രയിൽ നഗരത്തിൻ്റെ ഒട്ടേറെ കാഴ്ചകളും ചരിത്രവും നമുക്ക് ഓർത്തെടുക്കാനുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ കേവലം മരങ്ങളും കാടുകളും മാത്രം ഉണ്ടായിരുന്ന ഈ പ്രദേശം ഇന്ന് ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളുടെ നഗരമായി മാറിയതിന് പിന്നിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിയ കുടിയേറ്റക്കാരുടെ വലിയൊരു അധ്വാനമുണ്ട്. ഗോൾഡ് കോസ്റ്റിൻ്റെ വാണിജ്യ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ആധുനിക ഷോപ്പിംഗ് മാളുകളും വൻപൻ കൺവെൻഷൻ സെൻറ്ററുകളും ഈ നഗരത്തിൻ്റെ സാമ്പത്തിക അടിത്തറയാണ്. സർക്കാർ വിനോദസഞ്ചാരത്തിന് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ വികസനങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. കോവിഡിന് ശേഷം ടൂറിസം മേഖലയിലുണ്ടായ തകർച്ചയെ അതിജീവിച്ച് പുതിയ സാങ്കേതിക വിദ്യകളുടെയും നയങ്ങളുടെയും പിൻബലത്തിൽ നഗരം വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കുതിച്ച് ഉയർന്നിരിക്കുകയാണിപ്പോൾ. ഈ നഗരത്തിൻ്റെ ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. പ്രധാന നിരത്തുകളിൽ നാം പലപ്പോഴും കാണുന്ന ലൈറ്റ് റെയിൽ സംവിധാനം നൂതന സാങ്കേതിക വിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് കോടിക്കണക്കിന് ഡോളറാണ് ഈ റെയിൽ പാതയ്ക്കായി നിക്ഷേപിച്ചത്. ദിവസേന ജോലിക്ക് പോകുന്നവർക്കും ടൂറിസ്റ്റുകൾക്കും ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഒരു നാടിൻ്റെ വികസനത്തിൽ ഭരണകൂടത്തിൻ്റെ ദീർഘവീക്ഷണം എത്രത്തോളം പ്രാധാന്യമേറിയതാണെന്ന് ഇത് തെളിയിക്കുന്നു. ഈ നഗരത്തിലെ വിലപിടിപ്പുള്ള പാർപ്പിട മേഖലകൾക്ക് പറയാൻ മറ്റൊരു ചരിത്രമുണ്ട്. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇവിടെ എത്തിയ യൂറോപ്യൻ കുടിയേറ്റക്കാരാണ് ഇവിടുത്തെ നിർമ്മാണ മേഖലയും റിയൽ എസ്റ്റേറ്റിനെയും ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയത്. എന്നാൽ ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഭൂമി വിലയും വാടകയും കുതിച്ച് ഉയർന്നതോടെ തദ്ദേശീയരായ സാധാരണ ജനങ്ങൾക്ക് സ്വന്തം നാട്ടിൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്നുള്ളത്. സാമ്പത്തിക അസമത്വങ്ങൾ ഈ നഗരത്തിലുമുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഗോൾഡ് കോസ്റ്റിൻ്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പ്രകൃതി രമണീയമായ ഒരുപാട് തീരദേശ മേഖലകൾ നമുക്ക് കാണാം. വിനോദസഞ്ചാരികളുടെ വലിയൊരു ജനക്കൂട്ടം എത്തുന്ന ഇത്തരം പ്രദേശങ്ങൾക്ക് വലിയൊരു സാംസ്കാരിക ചരിത്രം കൂടിയുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭയാനകമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ രൂപപ്പെട്ട ഈ ഭൂമി തദ്ദേശീയ ഗോത്രവർഗക്കാരുടെ പുണ്യഭൂമി കൂടിയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ തലമുറകളായി അവർ കാത്തു സൂക്ഷിച്ച ഈ മണ്ണിലാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള സഞ്ചാരികൾ ഒത്തുചേരുന്നത്. അതുപോലെ തന്നെ ഈ യാത്രയിൽ ഗോൾഡ് കോസ്റ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിമനോഹരമായ അഴിമുഖങ്ങളും നീല നിറത്തിൽ പരന്നു കിടക്കുന്ന ജലാശയങ്ങളും നമുക്ക് കാണാൻ കഴിയും. പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ ഇത്തരം ജലാശയങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ വിനോദസഞ്ചാരം വികസിപ്പിക്കാം എന്നതിൻ്റെ മികച്ചൊരു ഉദാഹരണവും കൂടിയാണ് ഈ നഗരം. പ്രാദേശിക കമ്മ്യൂണിറ്റികളും സർക്കാരും കൈകോർത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രകൃതി ഭംഗി ഇന്നും നിലനിൽക്കുന്നത്. ഈ തീരദേശ നഗരത്തിൻ്റെ ഉൾവഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മുൻകാലങ്ങളിൽ ചെറിയ
മത്സ്യബന്ധന ഗ്രാമങ്ങളായിരുന്നു ശാന്തമായ പല പ്രദേശങ്ങളും നമുക്ക് ഇവിടെ ഉള്ളതായി കാണാം. പഴയകാല ഗോൾഡ് കോസ്റ്റിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ വഴിയോരങ്ങൾ. പിന്നീട് ഹൈവേകൾ വന്നതോടെയാണ് ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറിയത്. വികസനങ്ങൾ വരുമ്പോൾ ഒരു ഗ്രാമം എങ്ങനെ നഗരമായി മാറുന്നു എന്നതിൻ്റെ ചരിത്രം ഈ വഴിയോരങ്ങളിലെ ഓരോ പഴയ കെട്ടിടങ്ങൾക്കും പറയാനുണ്ടാകും. കുടിയേറ്റങ്ങളും പുതിയ നിക്ഷേപങ്ങളും ഈ ഗ്രാമീണതയെ എങ്ങനെ ആഗോളവൽക്കരിച്ചു എന്നത് ഒരു കൗതുകകരമായ കാര്യമാണ്. യാത്രകളിൽ നാം അറിയേണ്ട മറ്റൊരു പ്രധാന കാര്യം ഇവിടുത്തെ സംരക്ഷിത വന്യജീവി സങ്കേതങ്ങളുടെ പച്ചപ്പാണ്. ഗോൾഡ് കോസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം സംരക്ഷിത വനങ്ങളുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രകൃതി സ്നേഹികൾ ഒരു വിനോദം എന്ന നിലയിൽ പക്ഷികൾക്ക് തീറ്റ നൽകാൻ തുടങ്ങിയതാണ് പിൽക്കാലത്ത് വലിയ എക്കോ ടൂറിസം പദ്ധതികളായി മാറിയത്. പ്രകൃതി സംരക്ഷണത്തിലൂടെ ഒരു നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മാറ്റി എഴുതാമെന്ന് ഇത്തരം സംരംഭങ്ങൾ കാണിച്ചു തരുന്നു. ഇന്ന് നൂറുകണക്കിന് ആളുകൾക്കാണ് ഇതിലൂടെ പല വിധത്തിലുള്ള തൊഴിലുകൾ ലഭിക്കുന്നത്. ഹൈവേകളിലൂടെയുള്ള യാത്രകളിൽ നാം പലപ്പോഴും വലിയ തുരങ്കങ്ങൾ പിന്നിടാറുണ്ട്. വിമാനത്താവളത്തിന് സമീപമുള്ള അത്തരമൊരു പ്രധാന തുരങ്കം വെറുമൊരു നിർമ്മിതിയല്ല, വലിയൊരു രാഷ്ട്രീയ പാരിസ്ഥിതിക പോരാട്ടത്തിൻ്റെ സ്മാരകം കൂടിയാണ് അത്. അത് നിർമ്മിക്കുന്നതിന് മുൻപ് വർഷങ്ങളോളം സർക്കാരും പരിസ്ഥിതി പ്രവർത്തകരും തമ്മിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. സമീപത്തുള്ള തണ്ണീർത്തടങ്ങളെയും പക്ഷികളെയും സംരക്ഷിച്ചുകൊണ്ട് അതിവിദഗ്ധമായാണ് എഞ്ചിനീയർമാർ അത് നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ എങ്ങനെ പ്രകൃതിക്ക് അനുകൂലമാക്കി ഉപയോഗിക്കാമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഈ യാത്ര ലക്ഷ്യം വയ്ക്കുന്നത് ഗോൾഡ് കോസ്റ്റ് വിമാനത്താവളത്തിലേക്കാണ്. ഈ എയർപോർട്ടിൻ്റെ ഭൂമിശാസ്ത്രം വളരെ രസകരമാണ്. ഇതിൻ്റെ റൺവേ കൃത്യം 2 സംസ്ഥാനങ്ങളിലായാണ് കിടക്കുന്നത്. ഒരറ്റം ക്വീൻസ്ലാൻഡിലും മറ്റേ അറ്റം ന്യൂ സൗത്ത് വെയിൽസിലുമായി പരന്നു കിടക്കുന്ന ഈ വിമാനത്താവളം ഓസ്ട്രേലിയയിലെ തന്നെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ഒരു കാലത്ത് യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി ഇറങ്ങാൻ ഉപയോഗിച്ചിരുന്ന വെറുമൊരു പുൽമൈതാനം മാത്രമായിരുന്നു ഈ ഗോൾഡ് കോസ്റ്റ് എയർപോർട്ട്. ഓക്കെ, ഗോൾഡ് കോസ്റ്റ് എയർപോർട്ട് എത്തുന്നതിന് മുന്നേ നമുക്ക് ഗോൾഡ് കോസ്റ്റിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ചരിത്രകാരന്മാരുടെ റെക്കോർഡ് പ്രകാരം ഗോൾഡ് കോസ്റ്റ് പ്രദേശത്ത് മനുഷ്യവാസം ആരംഭിച്ചത് ഇന്നു മുതൽ ഏകദേശം 23,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ പ്രദേശത്ത് താമസിച്ചിരുന്നവർ യുഗാംബെ ഭാഷ സംസാരിച്ചിരുന്ന കൊമ്പുമെറി ജനങ്ങളായിരുന്നു. അവർ വേട്ടക്കാരും മത്സ്യബന്ധനക്കാരും കടൽമീന്, ഷെൽഫിഷ്, കക്ക, ഓയിസ്റ്റർ, മഡ് ക്രാബ് ഇവയെല്ലാം അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. അവർ നായകളെയും അതിശയകരമായി ഡോൾഫിനെയും ഒക്കെ പരിശീലിപ്പിച്ച് മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്നു എന്ന രേഖകൾ നമുക്ക് പറവാനുണ്ട്. ഈ ഭൂമിയോട് അവർക്കുണ്ടായിരുന്ന ബന്ധം അതീവ ആഴമുള്ളതായിരുന്നു. നദികൾ, കാടുകൾ, തീരം എല്ലാം അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. 1770 ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഈ തീരം കടന്നുപോയി. പോയിന്റ് ഡേഞ്ചർ പോലുള്ള സ്ഥലങ്ങൾ ക്യാപ്റ്റൻ കുക്ക് രേഖപ്പെടുത്തി. 1842 റോബർട്ട് ഡിക്സൺ ഈ പ്രദേശത്തിൻ്റെ ആദ്യ കൃത്യമായ മാപ്പ് തയ്യാറാക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വിലയേറിയ റെഡ് സീഡർ മരങ്ങൾ തേടി ലോകർമാർ ഇവിടെ എത്തി. ഇതാണ് യൂറോപ്യൻ കുടിയേറ്റത്തിൻ്റെ തുടക്കം. 1960-കളിൽ നെറാങ് പ്രദേശം സർവേ ചെയ്യപ്പെട്ടു.
1875 സൗത്ത് പോർട്ട് എന്ന പട്ടണം രൂപം കൊണ്ടു. ബ്രിസ്ബെയിൻ നഗരത്തിലെ സമ്പന്നർക്ക് ഒരു അവധി കേന്ദ്രമായി ഈ സ്ഥലം മാറി. 1880കളിൽ റെയിൽവേ വന്നതോടെ തീരപ്രദേശങ്ങളിലേക്കുള്ള യാത്ര എളുപ്പമായി. ഇത് ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ പിന്തുണയായി. 1925 ജിം കാവിൽ സർഫേസ് പാരഡൈസ് ഹോട്ടൽ തുറന്നു. ഇതാണ് ഗോൾഡ് കോസ്റ്റിൻ്റെ ടൂറിസ സംസ്കാരത്തിൻ്റെ ജനനം. 1933 എൽസ്റ്റൺ എന്ന പ്രദേശത്തിന് ഔദ്യോഗിക സർഫേസ് പാരഡൈസ് എന്ന പേര് ലഭിച്ചു. 1940കളിൽ ഓസ്ട്രേലിയൻ അമേരിക്കൻ സൈനികർ റീക്രിയേഷണൽ ലീവിനായി ഈ തീരത്തെത്തി. ഗോൾഡ് കോസ്റ്റ് ദേശീയ ശ്രദ്ധയിൽ ഇത് കാരണം ആകർഷിക്കപ്പെട്ടു. യുദ്ധാനന്തര കാലത്ത് ഭൂമി വില ഉയർന്നു. റിയൽ എസ്റ്റേറ്റും ബൂം തുടങ്ങി. 1950കളിൽ കനാൽ എസ്റ്റേറ്റുകൾ, ഹോളിഡേ അപ്പാർട്ട്മെൻറ്റുകൾ, ഷോപ്പിംഗ് ആർക്കേഡുകൾ എന്നിവ രൂപം കൊണ്ടു. എന്നാൽ 1958 സൗത്ത് കോസ്റ്റ് ടൗൺ കൗൺസിലിന് ഗോൾഡ് കോസ്റ്റ് ടൗൺ കൗൺസിൽ എന്ന് പേര് നൽകി. 1959 ഗോൾഡ് കോസ്റ്റ് ഔദ്യോഗികമായി സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടു. 1959 തന്നെ ആദ്യ ഹൈ റൈസ് കെട്ടിടം കിംഗബുൾ സർഫേസ് പാരഡൈസിൽ നിർമ്മിച്ചു. ഇതോടെ ഗോൾഡ് കോസ്റ്റ് ഉയർന്ന കെട്ടിടങ്ങളുടെ നഗരം എന്ന് തിരിച്ചറിയാൻ തുടങ്ങി. 1960കളിൽ മുതൽ 1980കളിലേക്ക് ഗോൾഡ് കോസ്റ്റ് ടൂറിസത്തിൻ്റെ തലസ്ഥാനമായി മാറി. 1965 മീറ്റർ മെയ്ഡ് പദ്ധതി ആരംഭിച്ചു. 1971 സീ വേൾഡ് തുറന്നു. 1981 ഡ്രീം വേൾഡ് തുറന്നു. ഈ കാലഘട്ടങ്ങളിൽ സർഫിംഗ് ഗോൾഡ് കോസ്റ്റിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാകുകയും ലോകപ്രശസ്ത സർഫിംഗ് കേന്ദ്രമായി മാറുകയും ചെയ്തു. 1990കളിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ആരംഭിച്ചു. ഗോൾഡ് കോസ്റ്റ് ലോക ടൂറിസം മാപ്പിൽ ഉറച്ച സ്ഥാനം നേടി. 1997 റെയിൽ സർവീസ് പുനരാരംഭിച്ചു. 2009 വാൾ സിറ്റി ലേക്സ് വരെ നീട്ടി. 2005 Q1 ടവർ, അന്നത്തെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെസിഡൻഷ്യൽ കെട്ടിടം, തുറന്നു. ഗോൾഡ് കോസ്റ്റ് സ്കൈലൈൻ ലോക ശ്രദ്ധ നേടി. 2018 ഗോൾഡ് കോസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിച്ചു. ഇത് നഗരത്തിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായ ഉയർത്തി. ഇന്ന് ഗോൾഡ് കോസ്റ്റ് ഏകദേശം 7 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ടൂറിസം, വിദ്യാഭ്യാസം, റിയൽ എസ്റ്റേറ്റ്, വിനോദസഞ്ചാരം എന്നിവയിൽ വളരുന്ന ലോക പ്രശസ്ത ബീച്ച് നഗരമായി മാറി. നമുക്കിതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ആദിവാസി കൊബ്ബുമറി ജനങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് ക്യാപ്റ്റൻ കുക്കിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക്, ലോകർമാരുടെ കാടുകളിൽ നിന്ന് സർഫേസ് പാരഡൈസിൻ്റെ തിരമാലകളിലേക്ക്, 1950കളിലെ ചെറിയ തീരപ്രദേശങ്ങളിൽ നിന്ന് ഇന്ന് ലോകപ്രശസ്ത ടൂറിസം നഗരത്തിലേക്ക്. ഗോൾഡ് കോസ്റ്റ് ഒരു നഗരം മാത്രമല്ല, ഒരു യാത്രയാണ്, ഒരു സ്വപ്നമാണ്.